ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا عبد الله ورسوله. بسم الله الرحمن الرحيم. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. إنه ليس له سلطان على الذين آمنوا وعلى ربهم يتوكلون. إنما سلطانه على الذين يتولونه والذين هم به مشركون. صدق الله مولانا العظيم. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, ഉമ്മപ്പെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സദസ്സ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനഗരത്തിലേക്ക് അൽഹംദുലില്ലാഹ് 600 സ്വലാത്ത് നാം ഈ സദസ്സിൽ നിന്ന് ഇപ്പോൾ ചൊല്ലി. സമയം പോലെ നമുക്ക് അല്പം കൂടെ ചൊല്ലി ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ഏറ്റിത്തരുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഹൽഖയിൽ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങൾ നാം പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹ അതിവിശാലമായ ഒരു സമുദ്രമാണ്. പരിശുദ്ധ ഖുർആനിലെ എല്ലാ വചനങ്ങളുടെയും ആശയം സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നതും നാം കഴിഞ്ഞ ഹൽഖയിൽ പറഞ്ഞു വെച്ചു. സൂറത്തുൽ ഫാത്തിഹയിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു മര്യാദയാണ് അഊദു ചൊല്ലുക എന്നത്. അഊദു ഓതിക്കൊണ്ടാണ് നാം ബിസ്മി ചൊല്ലേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൻ നഹൽ 98-ാമത്തെ വചനം فإذا قرأت القرآن فاستعذ بالله. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആദ്യം അല്ലാഹുവിനോട് കാവൽ തേടണം. മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് റബ്ബിനോട് കാവൽ തേടണം എന്നത് അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. തുടർന്ന് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. നിശ്ചയം ശൈത്താൻ പിശാചിന് അല്ലാഹുവിനെ അചഞ്ചലമായി വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ മേൽ ബലമേൽപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ മേൽ ശൈത്താനിന്റെ അധികാരം വില പോകില്ല, അവന് അധികാരം ഇല്ല
എന്നത് അല്ലാഹു പറഞ്ഞു വെക്കുന്നു. ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗന, പിശാചിനെ തുടരുന്ന, പിശാചിന്റെ വഴിയെ ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് പിശാച് പിഴപ്പിക്കുക എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഏതൊക്കെയുണ്ടോ ആ സൽക്കർമ്മങ്ങളുടെ ഒന്നാമത്തെ തടസ്സം, ഏത് കാര്യത്തിലേക്കും നാം മുന്നിട്ടിറങ്ങിയാൽ അതിനെ ആദ്യത്തെ തടസ്സം എന്ന് പറയുന്നത് പിശാചാണോ ശൈത്താനാണോ എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ആ പിശാചിൽ നിന്ന് കാവൽ തേടിക്കൊണ്ടു വേണം നമ്മുടെ ഏത് നല്ല കാര്യങ്ങളും തുടങ്ങാൻ. അപ്പോൾ ആ പിശാചിന്റെ ശർറിൽ നിന്നോ അവന്റെ ദുർബോധനത്തിൽ നിന്നോ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അഊദുവിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, നമ്മളിത് ഒരു കർമ്മം കഴിക്കലല്ല. നമ്മൾ ഈ സദസ്സിൽ വന്ന ഓരോരുത്തരും കൃത്യമായ അറിവുകൾ പഠിച്ചുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് ഓർമ്മിക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മള് ഭാഷാപരമായി ഞാൻ നീട്ടി പരത്തി പറയുകയല്ല, നമുക്ക് വേണ്ട വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ ഇൻഷാ അല്ലാഹ്. ഭാഷാപരമായി ഒരു കാര്യം നാം ഇവിടെ ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയുടെ ഭാഷാ അർത്ഥം കൃത്യമായി ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹ്, അഊദു ബില്ലാഹ് എന്നതിന് നാം സാധാരണ അർത്ഥം പറയാറുള്ളത് അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്നതാണ്. അള്ളാഹുവിനോട് കാവൽ തേടുന്നു. ഈ കാവൽ തേടുക എന്നതൊക്കെ നാം മലയാളത്തിൽ പറയുന്ന അർത്ഥമാണ്. എന്നാൽ അഊദു എന്നതിന് അറബി ഭാഷയിൽ അതിന് കൃത്യമായ ഉൽപ്പത്തിയുണ്ട്. മറ്റുള്ള ഭാഷകളിൽ നിന്ന് അറബി ഭാഷയ്ക്ക് ഒരുപാട് സവിശേഷതകൾ ഉണ്ട്. അറബി ഭാഷയിലെ ഓരോ പദങ്ങൾക്കും അത് വന്നിട്ടുള്ള വഴികൾ, അതിന്റെ ഉൽപ്പത്തികൾ, ഇത് നാം പരിശോധിക്കുമ്പോഴാണ് ആ പദങ്ങളുടെ കൃത്യമായ ആശയവും വിശദീകരണവും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. അതിന് ഉദാഹരണമാണ് നാം ഇപ്പോൾ അഊദു പറയുന്നത്. അഊദു എന്ന ആ ഒരു വാക്ക് അത് എവിടെ നിന്ന് വന്നു? അതാണ് നാം ആദ്യമായി പരിശോധിക്കുന്നത്. കാരണം ആ പരിശോധനയിൽ നിന്ന് നമുക്ക് വലിയൊരു ആത്മീയത ആ പദത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊന്ന് മുങ്ങി തപ്പിയെടുക്കാനാണ് നാം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്താണത്? അഊദു എന്ന് പറയുന്ന പദം അറബിയിൽ അതിനെ പ്രയോഗിക്കുന്നത് അത്വയബുൽ ലഹ്മി അഅവദുഹു, അത്വയബുൽ ലഹ്മി ഉവ്വദുഹു എന്നിങ്ങനെ അറബി പ്രയോഗങ്ങളുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? മാംസം, നാം ഭക്ഷിക്കാറുള്ള മാംസം, ആ മാംസത്തിലെ ഏറ്റവും നല്ല ഭാഗം അഅവദായ ഭാഗമാണ്, അല്ലെങ്കിൽ ഉവ്വദായ ഭാഗമാണ്. അഥവാ ആ മാംസത്തിന്റെ എല്ലിനോട് ചേർന്നു നിൽക്കുന്ന ഭാഗത്തിനാണ് ടേസ്റ്റ് കൂടുക. ഇതൊരു അറബി പ്രയോഗമാണ്. ഇതിന് ആശയവും കറക്റ്റ് തന്നെയാണ്. കാരണം എല്ലിനോട് ചേർന്ന് നിൽക്കുന്ന, അതുകൊണ്ടല്ലേ നമ്മള് കോഴിക്കാലും അതുപോലെ പോത്തുംകാലിന്റെ ഒക്കെ പിന്നാലെ പോകുന്നത്, ഇല്ലേ? കാരണം എന്തുകൊണ്ടാ? എല്ലിനോട് ചേർന്ന് നിൽക്കുമ്പോ ഇത് ചൂടാക്കുന്ന സമയത്ത് എല്ല് വേഗം ചൂടാകും. അപ്പൊ കൃത്യമായി നല്ലോണം വേവുകയും ടേസ്റ്റ് കൂടുകയും ചെയ്യുക ഈ എല്ലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തിനാണ്. അതുകൊണ്ടാണ് മുമ്പൊക്കെ ഇവിടെ അതുണ്ടോന്നറിയില്ല, പതിവുണ്ടോന്നറിയില്ല, ഈ ഇറച്ചി വേവാൻ ബുദ്ധിമുട്ടുള്ള ഇറച്ചിയില് ഈ ആണി ഉണ്ടല്ലോ, ഇരുമ്പൊക്കെ അതിലിങ്ങനെ തറച്ചു വെച്ചുകൊണ്ട് അതിങ്ങനെ ചൂടാകും. എന്തിനാന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇരുമ്പ് വേഗം ചൂടാകും. ഇരുമ്പ് ചൂടാകുമ്പോ അതിന്റെ ചുറ്റുള്ള മാംസവും വേഗം ചൂടാകും. ഇവിടെ അങ്ങനത്തെ പതിവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് എല്ലിനോട് ചേർന്ന് നിൽക്കുക എന്നതാണ് അഊദിന്റെ അർത്ഥം. അതെങ്ങനെ ഇവിടെ
ഇവിടെ നമുക്ക് എങ്ങനെയാണ് അത് യോജിക്കുന്നത്? അതിലേക്കാണ് ഞാൻ വരുന്നത്. അവിടെയാണ് വലിയ ഒരു ആത്മീയത ഉള്ളത്. മഹാന്മാർ വിവരിക്കുകയാണ്, എല്ലിനോട് ചേർന്ന് നിൽക്കുക എന്നതാണ് ഈ അഊദ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. അപ്പോ എന്തോ ഒരു വസ്തുവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കാം, അപ്പോഴാണ് ഈ പദം പ്രയോഗിക്കുക. അപ്പോ അഊദു ബില്ലാഹ് അതിന്റെ ഉൽപ്പത്തി അനുസരിച്ച് നമ്മൾ ഇങ്ങനെ അർത്ഥം വെച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കുക എന്നൊരർത്ഥം അതിന് കിട്ടും. അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാംസം അതിന്റെ എല്ലിനോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുവോ അതുപോലെ അള്ളാഹുവിനോട് ഒരു അടിമയുടെ ഹൃദയം പൂർണ്ണമായി ചേർത്ത് വയ്ക്കുക എന്നതാണ് അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ അത് മനസ്സിലാകാൻ ഈ മഹാന്മാർ ഇതിനെ കുറിച്ച് ഈ അഊദ് എന്ന് പറയുന്ന പദത്തിന്റെ ആ ഉൽപ്പത്തിയെ കുറിച്ച് ഭാഷാ പണ്ഡിതന്മാര് വിവരിക്കുമ്പോ പറഞ്ഞ ഒരു കാര്യമാണ്, കോഴി ഉണ്ടല്ലോ, കോഴി, തള്ളക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളിങ്ങനെ പരന്നു നടക്കുമ്പോ പരുന്തോ അതുപോലെയുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളെ വേട്ടയാടുന്ന ജീവികൾ, കിളികൾ ഇങ്ങനെ അതിന്റെ അരികിലേക്ക് പറന്നു വന്നു കഴിഞ്ഞാൽ ആ കിളികൾ അമ്മയുടെ തള്ളക്കോഴിയുടെ ചിറകിന്റെ അടിയിലേക്ക് അഭയം പ്രാപിച്ചിങ്ങനെ ചേർന്ന് നിൽക്കുന്നത് നമ്മൾ കാണാറില്ലേ? ഇതാണ് അഊദു എന്ന് പറയുന്ന വാക്കിന്റെ ആശയം. അപ്പൊ ഒന്നുകൂടെ ആ വിഷയത്തിലേക്ക് നമ്മുടെ അഊദുവിലേക്ക് വന്നാൽ, അഊദു ബില്ലാഹ് പടച്ച റബ്ബിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു, പടച്ച റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു, മിനശ് ശൈത്വാൻ പിശാചിൽ നിന്നോ. അപ്പൊ നമ്മുടെ മനുഷ്യരാകുന്ന നമ്മളെ ആക്രമിക്കാനും നമ്മളെ തട്ടിയെടുക്കാനും റാഞ്ചാനും ചുറ്റിപ്പറ്റി നമ്മളെ ചുറ്റും ജീവിക്കുന്ന ഒരു വർഗമാണല്ലോ പിശാച് എന്ന് പറയുന്നത്. ആ വർഗങ്ങൾ നമ്മെ റാഞ്ചാൻ വരുമ്പോ ഒരു തള്ളക്കോഴിയുടെ ചിറകിന്റെ അടിയിലേക്ക് കുഞ്ഞുങ്ങൾ എത്രമാത്രം അഭയം പ്രാപിക്കുന്നുവോ അതുപോലെ അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് നാം അഭയം പ്രാപിക്കുന്ന ഒരു ദിക്റാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പൊ ഇനി അഊദു ചൊല്ലുമ്പോ ഈ ആശയം ചിന്തിച്ച് ചൊല്ലിക്കൂടെ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഈ പറഞ്ഞ കാര്യത്തിൽ ഈ അഊദു ബില്ലാഹ് അവിടെ അർത്ഥം കിട്ടി എന്താ? അല്ലാഹുവിനോട് ചേർന്ന് നിൽക്കുക, പൂർണ്ണമായി ആ കുഞ്ഞുങ്ങൾ തള്ളക്കോഴിയോട് അഭയം പ്രാപിക്കുന്ന പോലെ പടച്ച റബ്ബിനോട് ചേർന്ന് മിനശ് ശൈത്വാൻ, ശൈത്താൻ എന്ന് പറയുന്ന പദം, ആ പദത്തിനും ഇതുപോലെ ഉൽപ്പത്തിയുണ്ട്. എന്താണ് ശൈത്താൻ എന്ന് പറഞ്ഞാൽ? ശൈത്വന എന്നതോ അല്ലെങ്കിൽ ശപന എന്ന പദത്തിൽ നിന്നോ വന്നതാണ്. രണ്ടഭിപ്രായമുണ്ട്. രണ്ടായാലും അതിന്റെ ആശയം വിദൂരത്താവുക എന്നതാണ്. ശൈത്താൻ എന്ന് പറഞ്ഞ ആ പദത്തിന്റെ അർത്ഥം എന്താണ്? വിദൂരത്താവുക, ദൂരെ നിൽക്കുക എന്നതാണ്. അപ്പോ മിനശ് ശൈത്വാൻ, ദൂരെ നിർത്തപ്പെടേണ്ട ഒരു സംഗതിയിൽ നിന്ന് ബില്ലാഹി, അല്ലാഹുവിനോട് ചേർന്ന് നിൽക്കുക. അപ്പൊ അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ എന്നതിൽ നിന്ന് എന്താ ആശയം കിട്ടിയത്? അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുകയും പിശാചിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക. ഈ ഒരാശയം നമുക്ക് ഭാഷാപരമായിട്ട് അതിൽ നിന്ന് കിട്ടി. അർ-റജീം, ശപിക്കപ്പെട്ടവനായ, അള്ളാഹുവിന്റെ എല്ലാ റഹ്മത്തുകളിൽ നിന്നും അകറ്റപ്പെട്ട നീചനായ, ലോകത്തെ എല്ലാ മനുഷ്യരുടെയും ഏറ്റവും വലിയ ശത്രുവായ പിശാചിൽ നിന്ന് റബ്ബിനോട് ചേർന്ന് അവനിൽ നിന്ന് ഞാൻ അകന്നു നിൽക്കുന്നു. ഈ ഒരു ദിക്ർ നമ്മൾ ഇതുപോലെ മനസ്സിരുത്തിയിട്ട് ആത്മാർത്ഥതയോടുകൂടെ ചെല്ലിയാൽ പിശാചിന്റെ ശർറ് നമുക്കുണ്ടാകില്ല. അല്ലാഹുവിനോട് ചേർന്ന് നിൽക്കണം. പടച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകണം.
പടച്ചവന്റെ പകരം പിശാച് നമ്മുടെ കൂടായി കൂടാ. പടച്ചവർക്ക് പറഞ്ഞില്ലേ, നഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഒരു മനുഷ്യന്റെ കണ്ടനാടിയേക്കാൾ അവനോട് അടുത്തവനാണ് ഞാനെന്ന് പറയുകയേ. അടിമകളുടെ കണ്ടനാടിയേക്കാൾ അടുത്ത് ഞാനുണ്ടോ? എന്നെ കുറിച്ച് എന്റെ അടിമകൾ നബിയെ അങ്ങയോട് ചോദിക്കുമ്പോ അവരോട് പറയണം നബിയെ, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. എന്റെ അറിവിൽ ഞാൻ അവരുടെ വളരെ അടുത്തു തന്നെയുണ്ടോ? അല്ലാഹു തആലയെ ദൂരെയാക്കിയിട്ട് ജീവിച്ചുകൂടാ. മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബ് എന്നെക്കാൾ അറിയുന്നവൻ എന്റെ റബ്ബാണ്. എന്നോട് ഏറ്റവും സ്നേഹമുള്ളവൻ, പ്രിയമുള്ളവൻ എന്റെ റബ്ബാണ്. പടച്ചവനെ അകറ്റിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. മക്കളോടൊക്കെ പടച്ചവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ചെറുപ്പത്തിൽ തന്നെ പടച്ചവൻ ശിക്ഷിക്കും എന്ന രൂപത്തിൽ എല്ലാ മക്കളോടും പരിചയപ്പെടുത്തണം. ചെറിയ മക്കളോടൊക്കെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. പടച്ചവനിൽ എപ്പോഴും പ്രതീക്ഷ നൽകിക്കൊണ്ട് വേണം മക്കളെ വളർത്താൻ. അല്ലാഹു ശിക്ഷിക്കുമെന്നല്ല, പകരം പോലെ ഈ ഭക്ഷണം നീ അപ്പോൾ മുഴുവൻ കഴിച്ചാൽ, അല്ലെങ്കിൽ നീ നല്ല കുട്ടിയായാൽ പടച്ചവൻ നിനക്ക് സമ്മാനം നൽകും, അല്ലാഹു നിനക്ക് സ്വർഗം നൽകും. ഇങ്ങനെ പോസിറ്റീവായിക്കൊണ്ട് അല്ലാഹുവിനെ നാം പരിചയപ്പെടുത്തണം. ഇത് ചെറുപ്പം മുതലേ, കുട്ടിക്കാലം മുതലേ പടച്ചവനെ ഇങ്ങനെ ശിക്ഷിക്കുന്നവനും ഇങ്ങനെ അല്ലാഹുവിൽ നിന്ന് മക്കളെ അകറ്റിക്കൊണ്ടുവരുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. നമ്മളത് ചെയ്തുകൂടാ. അങ്ങനെ തന്നെയാണ് അല്ലാഹു തആല നമ്മോട് അടുത്തവനാണ്. പടച്ച റബ്ബ് ഒരിക്കലും തന്നെ നമ്മളിൽ നിന്ന് അന്യമല്ല. നമ്മൾ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഓടിക്കളഞ്ഞുകൂടാ. തെറ്റുകൾ ചെയ്തു മനസ്സും ശരീരവും കറുത്തുപോയി, ഇരുണ്ടുപോയി. ഇനിയിപ്പോ പടച്ചവൻ എന്നെ അടുപ്പിക്കുമോ? ഭയക്കേണ്ട ഭൂമിനെ അല്ലാഹു പറയാൻ, إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. ഓടിവാടാ മക്കളെ, നോക്കണം, പടച്ചറപ്പിന്റെ പ്രയോഗം നോക്കണം. ഓടിവാടാ മക്കളെ, ഓടിവായോ, നിങ്ങൾ വേഗം വായോ, എന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടിവായോ. നിങ്ങൾ അകന്നു പോകല്ല, എന്നിൽ നിന്ന് നിങ്ങൾ ദൂരം പോകല്ല. ഈ ആയത്ത് ആദ്യവും പ്രാണിയാണ്. ഈ ആയത്തും പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ വചനത്തിൽ കുറച്ചവർക്ക് അതിന്റെ പുറത്ത് പറയണോ, الذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله. ജീവിതം മുഴുവൻ അഴുക്കാക്കിയവർ മ്ലേച്ഛമായ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നോ, പടച്ചവർക്ക് ഇഷ്ടപ്പെടാത്ത ഹറാമുകൾ ജീവിതത്തിൽ വെച്ച് പുലർത്തിയല്ലോ, ഇരുണ്ട ജീവിതത്തിൽ അകപ്പെട്ടവരെ നിങ്ങളുടെ മനസ്സും ഉറപ്പിലേക്ക് തിരിച്ചിട്ടോ അവനോട് നിങ്ങളൊന്ന് മാപ്പ് പറഞ്ഞു നോക്ക്. അല്ലാഹു പറയാ, ആരാണ് മോനെ ഇല്ലണ്ടോ? അല്ലല്ലാണ്ട് പിന്നെ ആരാടാ നിനക്ക് പുറത്തു തരാൻ? ഒരു കൂട്ടുകാരൻ തന്റെ ഷോൾഡറിൽ തട്ടിക്കൊണ്ട് സമാധാനിപ്പിക്കുന്ന ആ ഒരു രീതി. അന്നല്ലാണ്ട് പിന്നെ ആരാ മോനെ നിനക്ക്? അന്നല്ലേ? ഈ റബ്ബിനെയാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതോ. ഒരിക്കലും തന്നെ റബ്ബ് നമ്മിൽ നിന്ന് അകന്നുപോയി കൂടാ. പലപ്പോഴും ചെളിക്കുണ്ടിൽ നമ്മൾ വീണുപോയേക്കാം, അഴുക്കിൽ നമ്മൾ തട്ടിപ്പോയേക്കാം,
വൃത്തികേടിൽ നമ്മൾ വീണുപോയേക്കാം. മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അപ്പോഴൊക്കെ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ടോ എനിക്കൊരു റബ്ബുണ്ടല്ലോ, ജീവിതമായിരുന്ന ഞാനോ വെറും ബീജത്തുള്ളിലായിരുന്ന എനിക്ക് കണ്ണും കാലും ഈ അവയവങ്ങളും ശരീരങ്ങളും എല്ലാം നൽകിയ എന്റെ റബ്ബ് അവനെന്റെ പാപങ്ങൾ പൊറുക്കാൻ തയ്യാറാണല്ലോ. ഇനി ഞാൻ തെറ്റുകളിലേക്കില്ല എന്ന് പറഞ്ഞിട്ടോ പിശാചിനെ നമ്മുടെ മനസ്സിൽ നിന്ന് ആട്ടി ഒഴിപ്പിച്ചോ നമ്മുടെ അരികിൽ നിന്ന് പിശാചിന്റെ വസ്വാസിനെ അകറ്റിക്കളഞ്ഞിട്ടോ റബ്ബിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ മുഅ്മിനേ. തെറ്റുകളാത്ത മനുഷ്യങ്ങളല്ല നമ്മളോ, അമ്പിയാക്കളോ മലക്കുകളോ അല്ല നമ്മളോ, നമ്മൾ വെറും സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് പാപങ്ങളും തെറ്റുകളും നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുണ്ടോ ഒന്ന് തന്നെ. പടച്ച റബ്ബിന്റെ മുമ്പില് എത്ര വലിയ പാപമായാലും അവൻ പൊറുത്തു തരാൻ മാപ്പു നൽകാൻ അവൻ തയ്യാറാണ്. പുണ്യമാക്കപ്പെട്ട റജബ് ശരീഫ് തീരും മുമ്പേ എന്റെ പാപങ്ങളൊക്കെ കഴുകിയിട്ട് എന്റെ റബ്ബിലേക്ക് അടുക്കണം. എനിക്കെന്റെ റബ്ബിലേക്ക് പൂർണ്ണമായും ചാരി നിൽക്കണം. റബ്ബിനെ മനസ്സിനോട് ചേർത്ത് നിൽക്കണം. എന്റെ എല്ലാം അറിയുന്ന എന്റെ റബ്ബിലേക്ക് തിരിയണം എനിക്കെന്ന് റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബിൽ നിന്ന് അകന്നു പോകല്ല മുഅ്മിനേ. പള്ളിയിൽ നിന്ന് അകന്നു പോകുന്നത് പടച്ച റബ്ബിൽ നിന്ന് അകന്നു പോകലല്ലേ. പള്ളി എന്ന് പറയുന്ന സാധനമുണ്ട്, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്. പള്ളി എന്ന് പറയുന്നത് വന്നിരുന്ന് നിസ്കരിച്ച 1 മിനിറ്റ് നമുക്ക് അവിടെ ഇരിക്കാം, ശൈത്താൻ സമ്മതിക്കൂല. പള്ളിയിൽ എഴുതിയിട്ട് ഓടൽ കണ്ടിട്ട് ചില ആളുകൾ തിരക്കുള്ളവരുണ്ടാവും, നമ്മളവരെ കുറ്റം പറയാനൊന്നും വിചാരിക്കാനോ പോണ്ട. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണലുണ്ട്, അനുഭവിക്കുന്നുണ്ട് അല്ലെ. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇരുന്നൊരു 10 ദിക്റ് നമുക്ക് ചെല്ലാൻ ശൈത്താൻ വിടൂല. നമ്മൾ നോക്കിയൊക്കെ എത്ര വേണമെങ്കിലും നോക്കി. എന്തെങ്കിലും മനസ്സിലിങ്ങനെ ബിസി, ഭയങ്കര തിരക്ക് തരും. ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം അത് ചെയ്യാൻ ഇത് ചെയ്യാൻ എന്ത് ചെയ്യാൻ. ഇറങ്ങിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് നമ്മൾ വെറുതെ റോട്ടിൽ സൊറ പറഞ്ഞിരിക്കും. പള്ളിയിൽ ഇരിക്കാൻ വിടൂല. കാരണം പടച്ചവനുമായിട്ട് ചേരുന്ന സമയമാണ് പള്ളി. ആ പള്ളിയോട് ചേരാൻ പിശാച് അനുവദിക്കൂല, ശൈത്താൻ ഇരുത്തൂല. ഖുർആൻ ഒന്ന് തുറന്നു നോക്ക്, ഉറപ്പ് വരുന്നത് കാണാം. സുബ്ഹാനല്ലാഹ് അല്ലേ. ഇൽമിന്റെ സദസ്സുകളിൽ വരുമ്പോ നമുക്ക് ക്ഷീണം വരും അല്ലേ. എന്നാൽ നമ്മള് മറ്റ് പല ശൈത്താന്റെ ചില സംഭവങ്ങളുണ്ട്, അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ കൂടാരങ്ങൾ, അവിടേക്ക് പോയിട്ട് 2, 3, 4 മണിക്കൂർ നമ്മൾ നല്ല ഉന്മേഷത്തോടുകൂടെ ഇരിക്കുന്നത് കാണാം. അടുത്ത് കാലത്ത് വേൾഡ് കപ്പ് കഴിഞ്ഞല്ലോ അല്ലെ. അതിന് രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ നമ്മുടെ ചെറുപ്പക്കാര് ഉറക്കമൊഴിച്ചിട്ട് അവരുടെ തോറ്റ ടീമോ അല്ലെങ്കിൽ ജയിച്ച ടീമോ അവർക്ക് വേണ്ടിയിട്ട് എവിടെയോ നടക്കുന്ന കളി, ഏതോ രാജ്യക്കാര്, ഒരു ബന്ധവുമില്ല, അവർക്ക് വേണ്ടിയിട്ട് ഫ്ലക്സ് കെട്ടാനും ജയ് വിളിക്കാനും ഒക്കെ എത്ര ഉറക്കൊഴിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പടച്ച റബ്ബിന് വേണ്ടിയിട്ട് പള്ളിയിൽ ഒരു 2 മണിക്കൂർ ചെലവഴിക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും വയ്യ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ഏറ്റി തരട്ടെ. നല്ല നല്ല സദസ്സുകളിൽ നിന്ന് പിശാച് നമ്മളെ അകറ്റിക്കൊണ്ടേയിരിക്കും, സൽക്കർമ്മങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കും. അല്ലാഹു തആല നമ്മോട് എത്രയാ പറഞ്ഞത് മുഅ്മിനീങ്ങളെ. പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളിൽ 99 തവണ, എത്രയാ 99 തവണ പടച്ച റബ്ബ് ഇബ്ലീസിനെ കുറിച്ചും ശൈത്താനെ കുറിച്ചും നമ്മോട് പേരെടുത്ത് നമ്മോട് പറഞ്ഞു തന്നു. എന്നിട്ട് പല തവണ 100-ലധികം അല്ലാഹു തആല നമ്മോട് പറഞ്ഞു, അവൻ നിങ്ങളുടെ ശത്രുക്കളാണ്, പിശാചിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അവൻ നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ശൈത്താനാണ്. അഫതത്തഖിദൂനഹു വദുരിയതഹു ഔലിയാഅ മിൻ
നിങ്ങളുടെ ശത്രുവായ പിശാചിനെയും ഇബ്ലീസിനെയും അവന്റെ സൈന്യങ്ങളെയും നിങ്ങൾ മിത്രങ്ങളാക്കി വെക്കുകയാണോ? അരുതുമുഖിനെ എന്ന് പടച്ചറപ്പ് നമ്മളോട് ജാഗ്രതാ നിർദ്ദേശം നൽകി. ആര് ശ്രദ്ധിക്കാൻ? ഓരോ നിമിഷവും നാം ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ. ഓരോ സെക്കൻഡും നമ്മളെ ശൈത്താൻ ചതിക്കുഴിയിലേക്ക് തള്ളിട്ടുകൊണ്ടേ. അവന് വേറെ പണിയൊന്നുമില്ല. അവന്റെ പണി നമ്മളെ പഴപ്പിക്കലാണ്. നാട്ടിൽ മുളിയെങ്കിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മുടെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇന്ന് ഇവിടെ ആരെങ്കിലും പങ്കെടുക്കും? ഇന്ന് രാവിലെ ഇന്നിവിടെ ജുമാനെ നടക്കും. എല്ലാ ആളുകളും പേടിച്ച് വീട്ടിലിരിക്കും അല്ലെ? പുലി എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവൻ അപായപ്പെടുത്തുന്ന സാധനമാണ്. ഈ ഒരു പേടി കൊണ്ട് അല്ലേ ഒരു പാമ്പ്, ചെറിയൊരു പാമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ധൈര്യത്തോടിരിക്കും. പോയത് ചിലപ്പോ ചേരപ്പാമ്പായിരിക്കും. ചേരപ്പാമ്പാന്ന് ചേരയാണ്, കടിക്കൊന്നുമില്ല, അല്ല കടിക്കൂല, വിഷമില്ല, എന്നാലും ഒരു പേടിയാണ്. അപ്പൊ മണ്ണെണ്ണൊക്കെ തെളിയിച്ച് അതിന്റെ പൊത്തുണ്ടെങ്കിൽ അതിൽ തുണിയൊക്കെ തിരികെ വെച്ചിരിക്കും അല്ലെ? എന്തിനേറെ പറയണം, കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാവിപത്ത് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലിറങ്ങി. ഇന്ന് വരെ കോവിഡിനെ കണ്ട ആരെങ്കിലും ഉണ്ടാവും? കണ്ണുകൊണ്ട് കണ്ട ആരെങ്കിലും? നമ്മളെ ഡോക്ടറെ പോലുള്ള ആളുകൾ പറഞ്ഞു എന്നുള്ള അറിവല്ലാണ്ട് നമുക്ക് എന്താ വീട്ടിലെ ഡോക്ടറെ നിങ്ങൾ കണ്ടണ്ട? കോവിഡ് കണ്ടിട്ടില്ല. പക്ഷെ ഇവര് മറ്റേ അതിൻ്റെതായ മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാ കാണാൻ പറ്റും അതിനെ? കാണാൻ പറ്റും. ഇവര് വലിയ ആളുകൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഭൂരിപക്ഷ ആളുകൾ നമ്മൾ കാണാത്ത ഒരു മായയാകുന്ന കോവിഡ് എന്ന് പറയുന്ന ആ വൈറസിനെ പേടിച്ചിട്ട് മാസ്ക് ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എന്തെല്ലാം പുകിലുകളായിരുന്നു. കാസർഗോഡ് ഒരു സാധു ആദ്യമായിട്ട് കോവിഡ് വന്നപ്പോ അയാൾ പോയ റൂട്ട് മാപ്പ് വരച്ചിട്ട് പത്രത്തിൽ വിട്ടിരുന്നു. അയാൾ പോയ റൂട്ട് മാപ്പ് ഇന്നും എനിക്ക് തോന്നുന്നു 10,000 കേസുകൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ കേരളത്തിൽ. 3000-ലധികം കോവിഡ് കേസ് ഇന്നുണ്ട്. അന്ന് എത്ര ഉണ്ടായിരുന്നു? 2, 3, 4, 5 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഒരു മനുഷ്യന്മാരും പുറത്തിറങ്ങുന്നില്ല. പഞ്ചായത്തുകളൊക്കെ അടച്ചിടപ്പെട്ടു. ഒരാൾക്കും പുറത്തിറങ്ങാൻ ധൈര്യമില്ല. എല്ലാവരും മാസ്ക് ഉപയോഗിച്ചില്ല. എന്താ കാരണം? ആരാ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ പുലി ഇറങ്ങി എന്ന് പറഞ്ഞാലും, പാമ്പ് കയറി എന്ന് പറഞ്ഞാലും, കോവിഡ് വന്നെന്ന് പറഞ്ഞാലും, ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് മനുഷ്യന്മാരാണ്. നമുക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കിയിട്ടില്ല. ഏതോ ആളുകളാ പറയുന്നതോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നോ. പക്ഷേ നമ്മുടെ ജീവൻ അപായപ്പെടുമെന്ന ഒരു പേടി നമ്മുടെ മുന്നിൽ വന്നപ്പോ അതിൽ നിന്ന് ജാഗ്രതയോടെ ജീവിച്ച മനുഷ്യ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. പടച്ചറപ്പിന്റെ ഖുർആനിനേക്കാൾ നമുക്ക് ഏത് ഡോക്ടറെയാണ് വിശ്വാസമുള്ളത്? പടച്ചറപ്പിന്റെ ഖുർആനിനേക്കാൾ ഈ ലോകത്ത് എന്തിനെയാ നമുക്ക് വിശ്വാസമുള്ളത്? ഒരിക്കലുമില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് പടച്ചറപ്പ് ഈ ഭൂമിയിലേക്ക് ഹബീബായ വിധങ്ങൾക്ക് ഇറക്കിക്കൊടുത്തതായ വിശുദ്ധ ഗ്രന്ഥമാകുന്ന പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ പഠനം നടത്തിയിട്ട് ഇന്നും ശാസ്ത്രലോകം ഞെട്ടിവറച്ചു കൊണ്ടിരിക്കുകയാണ്. പറയില്ല, ഡോക്ടർമാര് പഠനം നടത്തിക്കൊണ്ട് എങ്ങനെയാ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിശുദ്ധ ഖുർആൻ ഇത്രയും വ്യക്തമായിക്കൊണ്ടോ, ഇത്രയും കൃത്യമായിക്കൊണ്ട് ഓരോ വിവരങ്ങളും പറയുന്നത് എന്നോ ശാസ്ത്രലോകം ഞെട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാ അമേരിക്കയിലും യൂറോപ്പിലും ദിവസവും ആഴ്ചയിലും അതാ വലിയ വലിയ സയന്റിസ്റ്റുകളും അതുപോലെ ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാ നാം ജീവിക്കുന്നത്. എല്ലാവിധ സംവിധാനങ്ങളും കണ്ടുപിടിക്കപ്പെട്ടതായ ഈ ടെക്നോളജിയുടെ ഈ യുഗത്തില് പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മുസ്ലിം നിൽക്കുന്നതായ ഈ കാലഘട്ടത്തില് ലോകത്ത് ഒരിക്കലും തന്നെ ഒരാൾക്കും ഇന്ന് വരെ ഒരു അബദ്ധവും തെറ്റും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു വിശ്വഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. അത് പരിശുദ്ധ ഖുർആനാണ്.
ഇന്നലെയും ഞാനൊരു ചെറിയ വീഡിയോ കണ്ടോ, സാധാരണക്കാരനായ ഒരു ഡോക്ടറോ അദ്ദേഹം ഒരു റീൽ ചെയ്തിരിക്കുകയാ. എന്താണ് പരിശുദ്ധ ഖുർആൻ ഓതി നോക്കിയപ്പോ അതിൽ നിന്നൊരു വചനം കണ്ടപ്പോ അദ്ദേഹം ആകെ ധരിച്ചു പോയി. എന്താണെന്നല്ലേ, വഅൻസൽനൽ ഇരുമ്പിനെ നാം വാനലോകത്ത് നിന്ന് ഇറക്കിയതാണെന്നുള്ള പരിശുദ്ധ ഖുർആനിന്റെ വചനം കണ്ടപ്പോൾ അദ്ദേഹം പറയാ, ഖുർആനിൽ അല്ലാഹു തആല ഈ ഭൂമിയിലുള്ള പലതിനെ കുറിച്ചും പറയുമ്പോൾ ഈ ഭൂമിയിൽ അല്ലാഹു തആല നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു, ഭൂമിയിൽ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു എന്നോ പലാവർത്തി പലയിടങ്ങളിലും പറഞ്ഞ പടച്ചറപ്പ്. എന്തുകൊണ്ടാണ് ഇരുമ്പിന്റെ വിഷയമെത്തിയപ്പോ ഇരുമ്പിനെ അല്ലാഹു തആല മുകളിൽ നിന്ന് ഇറക്കിയതാണെന്നുള്ള പദം ഉപയോഗിച്ചു എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ സയൻസിന്റെ പഠനം അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക. ഇരുമ്പെന്ന് പറയുന്നത് അയണെന്ന് പറയുന്നത് ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടതല്ല. ഭൂമിയിൽ ഒരിക്കലും തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ളതായ ഘടകങ്ങളില്ല. അത് മുകളിൽ നിന്ന് നക്ഷത്രങ്ങളിലൂടെ സ്റ്റാറുകളിൽ നിന്നോ അത് ഉണ്ടാക്കപ്പെട്ടതാണ്. അതിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വരപ്പെട്ട് ഉൾക്കകളായി ഭൂമിയിലേക്ക് വന്ന് പതിച്ചതാണ് എന്നുള്ള യാഥാർത്ഥ്യം ശാസ്ത്രലോകം എന്ന് വിളിച്ചു പറയുമ്പോ 1400 വർഷങ്ങൾക്ക് മുമ്പ് പടച്ചറപ്പിന്റെ കലാമിൽ എങ്ങനെയായി ഇത്രയും കൃത്യത്തിൽ വന്നത് എന്നതിനെ കുറിച്ച് ഇതുപോലത്തെ 300 കണക്കിന് സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഭൂമിയെ പറഞ്ഞു വന്നത് നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ചിന്തിക്കാൻ വേണ്ടി പറയാറ് നമുക്കൊരു വിശ്വാസവുമില്ലാത്ത അല്ലെങ്കിൽ ഏതോ ആരോ ഇവിടെ ഒരു പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോ പേടിച്ചുകൊണ്ട് നമ്മുടെ വീടിന്റെ അകത്ത് നമ്മളോ കയറികളോടുകൂടെ ജാഗ്രതയോടുകൂടെ നമ്മൾ ഇരിക്കുകയാ, പുറത്തിറങ്ങുന്നില്ല. ചോദിക്കട്ടെ, നമ്മുടെ പരിശുദ്ധ ഖുർആനിൽ എത്രയാ നമ്മോട് പറഞ്ഞത്, നിങ്ങൾക്ക് ചുറ്റും പിശാചുണ്ടോ? ഓരോ മനുഷ്യന്റെ മേല് പടച്ചറപ്പവനെ സൃഷ്ടിക്കുമ്പോ അവന് കരീനായിട്ട് അവന്റെ കൂടെ സഹവസിക്കാനായിട്ട് ഒരു പിശാചിനെയും കൂടെ പടച്ചിട്ടുണ്ടോ എന്ന് തങ്ങൾ പറഞ്ഞില്ലേ? പടച്ചറപ്പ് 99 തവണ പിശാചിന്റെ പേരെടുത്തുകൊണ്ട് പറഞ്ഞിട്ട് സൂക്ഷിക്കണേ മക്കളെ എന്ന് നമ്മോട് പറഞ്ഞില്ലേ? ഇനി ചോദിക്കട്ടെ, കോവിഡിനോട് കാണിച്ച ജാഗ്രത എന്തേ നാം പിശാചിനോട് കാണിക്കുന്നില്ല? എന്തേ നാം പിശാചിന്റെ ശക്തിയോടും വിശ്വാസത്തോടും ദുർബോധത്തോടും നാം നടത്തുന്നില്ല, വരുന്നില്ല? 10 ലക്ഷം രൂപയായിട്ട് ഇവിടെ നിന്ന് തൃശ്ശൂരേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കോ പോകുന്ന ഒരു വ്യക്തിക്ക് അത് കൊടുത്തയക്കുന്ന ആള് ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുമ്പോനെ ചുറ്റും കള്ളന്മാരുണ്ട്, സൂക്ഷിക്കണം, അല്ലെ? അല്ലെങ്കിൽ വിലപിടിപ്പുള്ള രത്നങ്ങളോ സ്വർണങ്ങളോ ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ വലിയ ദൂരമൊന്നും വേണ്ട, ഇവിടെ നിന്ന് കുറ്റാടി പോവുകയാണ്. അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോ എത്രമാത്രം സൂക്ഷിക്കും നമ്മള്. എന്നാൽ പടച്ചറപ്പ് നമ്മെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച സമയത്ത് ഏറ്റവും മൂല്യവത്തായ നമ്മുടെ ഈമാൻ എന്ന് പറയുന്ന ആ ഒരു പവർ നമുക്ക് തന്നിട്ടോ, ആ ഒരു പവർ നമുക്ക് നൽകിയിട്ടോ മരിക്കുന്നത് വരെ കാത്തു സൂക്ഷിക്കണമെടാ. ചുറ്റും കള്ളന്മാരാകുന്ന പിശാചുക്കളുടെ എന്ന് പടച്ചറപ്പ് നമ്മോട് ആവർത്തിച്ച് പറഞ്ഞപ്പോ എന്തേ നാം സൂക്ഷിക്കാത്തത്? ഈ 10 ലക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഈ സ്വർണങ്ങളുടെയോ മൂല്യം എന്തേ നമ്മുടെ ഈമാനിൽ നമ്മൾ കൊടുക്കുന്നില്ല? ഇന്ന ശൈത്വാന യജ്രി അൽ ഇൻസാനി ബജറത്തും, ശൈത്താൻ മനുഷ്യന്റെ രക്തം നടക്കുന്ന സഞ്ചരിക്കുന്ന എല്ലാ ഭാഗത്തേക്കും കടക്കാനുള്ള അധികാരം പടച്ചറപ്പ് ശൈത്താനിന് കൊടുത്തിട്ടുണ്ട്. ശൈത്താൻ നമ്മളെ നശിപ്പിക്കാനുള്ള എല്ലാ വിശ്വാസങ്ങളും എല്ലാ കുതന്ത്രങ്ങളും അവരിങ്ങനെ പയറ്റിക്കൊണ്ടിരിക്കുക. ഭൂമിയെ അവന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? നമ്മെ പടച്ചറപ്പിൽ നിന്ന് അകറ്റണം. പടച്ചറപ്പിൽ നിന്ന് അകറ്റി അവന്റെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് കൂടാക്കൂരിട്ട് നമ്മളെ തള്ളിയിട്ട് കാക്കറാക്കി കൊന്നുകളയണം. നമ്മളെ
ഈമാൻ നശിപ്പിച്ചുകൊണ്ട് നമ്മെ അവനതാ വാങ്ങിക്കൊണ്ടിരിക്കുക. തങ്ങൾ പറയാൻ ഒരു ഹദീസോ എന്റെ ഉമ്മത്തിൽ ഒരു കാലഘട്ടം വരാനുണ്ട്. അവരുടെ പേരുകൾ നല്ല അടിപൊളി ഇസ്ലാമിക് നെയിമുകളായിരിക്കും. അവരുടെ പേര് കേട്ടാൽ നല്ല ഔലിയാക്കളുടെയും മഹാന്മാരുടെയും അമ്പിയാക്കളുടെയും ഒക്കെ നല്ല മുൻപുള്ള പേരുകളാ. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഇസ്ലാമില്ല, അവരുടെ ഹൃദയത്തിൽ ഈമാനില്ല. രാവിലെ വിശ്വാസിയായവൻ വൈകുന്നേരം അവിശ്വാസിയാകുന്നു. അവൾ വൈകുന്നേരം ഈമാനുണ്ടായിരുന്നവര് അവനതാ രാത്രി കിടന്നുറങ്ങുമ്പോ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരാനുണ്ടെന്നോ ശഫീഉൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? ഈമാനാകുന്ന ആ ഒരു വിളക്കിന്റെ തിരി പണ്ടുകാലത്ത് കത്തിച്ചിരുന്നതായ വിളക്കുണ്ടല്ലോ, ആ വിളക്കിന്റെ തിരിയുണ്ടല്ലോ, ആ തിരിയിൽ നിന്നിങ്ങനെ പ്രകാശം ഇങ്ങനെ പടരുമ്പോ തീജ്വാല ഇങ്ങനെ നിൽക്കുമ്പോ അതിന്റെ ചുറ്റും കാറ്റ് വന്നടിക്കുന്നതിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കാറുണ്ടല്ലോ. കാറ്റടിച്ചാൽ അണിഞ്ഞു പോകുന്നതായ വിളക്ക് അറിയാതിരിക്കാൻ സൂക്ഷിക്കുന്ന മുഅ്മിനേ മനുഷ്യ, അതുപോലെയാണ് നിന്റെ മനസ്സിലുള്ള ഈമാൻ. ആ ഈമാൻ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ഏറ്റവും വലിയ നിധിയുണ്ടല്ലോ, ആ നിധിയുടെ ചുറ്റും അടിച്ചു വീശുന്ന കാറ്റുകളാണ് പിശാചും അവന്റെ കൂട്ടാളികളും നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളും പാപങ്ങളും. നമ്മളെങ്ങോട്ടാ പോകുന്നതോ? നമ്മുടെ മനസ്സിൽ ഈമാനുണ്ടോ? ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലെന്താ? പടച്ചുറപ്പിന്റെ ഹബീബ് പുന്നാരനോ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാൻ അടക്കാനുള്ള ഒരു അളവ് പോലും പറഞ്ഞു തന്നു. അഹ്മദ് ധരിക്കുന്ന ഹദീസാണ് റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാ, ഒരു ദിവസം ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഹദീസ് ഞാൻ വായിക്കുന്നില്ല, സമയം ദീർഘിക്കും എന്നതുകൊണ്ട് ഞാൻ ആശയം പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, നബിയേ എനിക്ക് ഈമാനുണ്ടോ, എങ്ങനെ തീരും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നേരം പറഞ്ഞു, മോനെ ഇദാ സറത്തുക ഹസനതുക ഫഅൻത മുഅ്മിൻ, നിന്റെ നന്മ നിന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ മുഅ്മിനാണടാ. വഇദാ ഹാക ഫീ നഫ്സിക, മോനെ നിന്റെ വസാഅതുക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ, നീ ഏതെങ്കിലും തെറ്റുകളും അബദ്ധങ്ങളും ചെയ്യുമ്പോൾ നിന്നെ അത് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ മുഅ്മിനാണടാ. മനസ്സിലായോ? നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ നമുക്ക് വല്ലാത്ത ആവേശവും സന്തോഷവും കൺകുളിർമയുമാണെങ്കിൽ, നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിൽ വല്ലാത്ത വേദനയും പ്രയാസവും നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ ഈമാൻ എത്രമാത്രം നമുക്ക് ഉണ്ട് നമുക്ക് തിരിയും. അല്ലാഹു തആല ഈമാൻ നഷ്ടപ്പെടുന്നതിൽ നിന്ന് കാവൽ നൽകുമാറാകട്ടെ. ഒരു തെറ്റൊക്കെ പണ്ടൊക്കെ ഒരു തെറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിൽ വല്ലാത്ത വേദനയും ഇടങ്ങേറയും. ഇപ്പൊ ആ വേദന ഉണ്ടാകും. പറ, നിസ്കാരമൊക്കെ കഴിയുമ്പോൾ നിസ്കരിക്കുമ്പോഴൊക്കെ പടച്ചുറപ്പിന് വേണ്ടിയിട്ട് ദിക്ർ ചെല്ലാനും അതുപോലെ സ്വലാത്ത് ചെല്ലാനും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ആവേശവും സന്തോഷവും ഉണ്ടാവും. യഥാർത്ഥ ഈമാനുള്ളവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അങ്ങനത്തെ സന്തോഷവും ആ ഒരു ആവേശവും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ ഈമാൻ ഉണ്ടെന്ന്. അല്ലെങ്കിൽ നിന്റെ ഈമാൻ അപകടത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാവൽ നൽകട്ടെ. ഈമാനില്ലാതെ കുഫ്റോടുകൂടെ ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ട് ആഖിബത്ത് നഷ്ടമായി പോകുന്നവരിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒന്നവന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ആ ഈമാൻ നഷ്ടപ്പെടുത്തല്ല. മുഅ്മിനേ, രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ നോക്കുമ്പോ നമുക്കൊന്ന് ധൃതിയാണെന്ന് ആലോചിച്ചു നോക്കും.
ഇന്ന് നമ്മുടെ മഗ്‌രിബ് നിസ്കരിച്ചിട്ടുണ്ടോ, ഇശാ നിസ്കരിച്ചിട്ടുണ്ടോ? ഇന്നത്തെ നമ്മുടെ നിസ്കാരത്തില് ഏതെങ്കിലും ഒരു റക്അത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർമ്മം സന്തോഷത്തോടുകൂടെ പടച്ച റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് റബ്ബിലേക്ക് ലയിച്ചുകൊണ്ടോ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്നില്ലെങ്കിൽ സുജൂദിൽ വീഴുന്ന സമയത്ത് നമ്മുടെ നെറ്റിത്തടം സുജൂദിൽ വെക്കുമ്പോ കൈകളും കാലുകളും നമ്മളിങ്ങനെ പടച്ചുറപ്പിന് വേണ്ടി സമർപ്പിക്കുമ്പോ നമ്മുടെ മുടി മുതൽ നമ്മുടെ തല മുതൽ കാൽ കത്തി വരെ മുഴുവനായി പടച്ചുറപ്പിന് വേണ്ടി സമർപ്പിക്കുമ്പോ എന്റെ നിർജീവമായ വസ്തുവിൽ നിന്ന് പടച്ചുറപ്പാണല്ലോ, എന്റെ വെറും ബീജത്തുള്ളിയിൽ നിന്ന് എനിക്ക് ഈ ഒരു കോലവും രൂപവും ഭംഗിയും അഴകുമെല്ലാം നൽകിയ എന്റെ റബ്ബിന്റെ മുമ്പിലാണല്ലോ ഞാൻ ഈ കിടക്കുന്നത്. ആ റബ്ബിനെയാണല്ലോ ഞാൻ ഈ വാഴ്ത്തുന്നത്, ആ റബ്ബിനാണല്ലോ ഞാൻ ദിക്ർ ചൊല്ലുന്നത്, ആ റബ്ബിനാണല്ലോ ഞാൻ തസ്ബീഹ് ചൊല്ലുന്നത്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാറുണ്ടോ? ചോദിക്കട്ടെ മനുഷ്യ, നമ്മൾ തമ്മിൽ പരസ്പരമുള്ളതായ ചില കടപ്പാടുകളില്ലേ? മനുഷ്യനും തമ്മിൽ പരസ്പരം ചെയ്യുന്ന ചില നന്ദി പ്രകടനങ്ങളില്ലേ? അതിന്റെ അത്ര ആത്മാർത്ഥത പടച്ചോട്ടിലോട് ചെയ്യുമ്പോ നമുക്ക് കിട്ടാറുണ്ടോടാ എന്ന് നമ്മളോട് ചിന്തിച്ചു നോക്കൂ. കാര്യം വലിയ അപകടമല്ലേ, വല്ലാത്ത അപകടമല്ലേ? കാത്തുരക്ഷിക്കട്ടെ. ഒരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അവന് ഒരു ഡോക്ടർ ഫ്രീ ആയിട്ട് ഒരു പൈസയും തരാതെ ലക്ഷങ്ങളും കോടികളും വരുന്നതായ ചികിത്സ ഒരു നയാ പൈസ വാങ്ങാതെ ചികിത്സിച്ച് റെഡിയാക്കി കൊടുത്തപ്പോ ആ മനുഷ്യനെ ആ ഡോക്ടർ ഒരു ദിവസം പാദയാത്രി വിളിക്കാം, മോനെ എന്റെ ഡ്രൈവർ ലീവാണോ, അതുകൊണ്ട് എന്നെ കോഴിക്കോട് വരെ ഒന്ന് കൊണ്ടാക്കാൻ നീ വരുമ്പോഴാ എന്ന് ആ ഡോക്ടറോ പാതിരാത്രി 2 മണിക്ക് വിളിക്കുമ്പോ സ്വന്തം ഭാര്യയോടുകൂടെ നന്മയിൽ സുഖത്തോടുകൂടെ കിടന്നുറങ്ങുന്ന വിശ്രമിക്കുന്ന ആ മനുഷ്യരും തീർച്ചയായും ആ ഡോക്ടർ ഉത്തരം ചെയ്യൂലേ? അതിനൊരു മടിയും കാണിക്കൂലല്ലോ. കാരണം അവന്റെ മനസ്സിൽ കടപ്പാട് വന്നുപോയില്ലേ? എനിക്ക് നന്ദിയുണ്ടോ? അല്ലെങ്കിൽ മനസ്സാക്ഷി കിട്ടുകയൂലേ? എനിക്ക് എന്റെ കണ്ണിന്റെ കാഴ്ച വീണ്ടെടുക്കാൻ എന്നെ സഹായിച്ച പൈസ വാങ്ങാത്ത ഡോക്ടറോട് എനിക്ക് കടപ്പാടുണ്ടല്ലോ. ഇതെല്ലാവരും സമ്മതിക്കുന്ന ഉദാഹരണമായതുകൊണ്ട് പറഞ്ഞതാ. അല്ലയോ മനുഷ്യ, ഞാൻ എന്നോടാ പറയുന്നത്, നിങ്ങളോടല്ല. അല്ലോ മനുഷ്യ, നമുക്ക് ഈ കണ്ണ് തന്നെ പടച്ചു തന്നതാരാണ്? നമുക്ക് ഈ കാട് പടച്ചു തന്നതാരാണ്? നമുക്ക് അവയവങ്ങൾ പടച്ചു തന്നതാരാണ്? നമുക്ക് ഈ ജീവൻ നൽകിയതാരാണോ? ജീവൻ നിലനിർത്തുന്നവനാരാണോ? ഈ വായു നൽകിയവനാരാണോ? ഈ ആകാശവും ഭൂമിയും പടച്ചതാരാണോ? നമുക്കെല്ലാം ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് എല്ലാം ഒരുക്കി തന്ന റബ്ബുണ്ടല്ലോ. ആ റബ്ബ് നമ്മെ വിളിച്ചപ്പോ എന്താണ് നമുക്ക് ഈ ഒരു കടപ്പാട് വരാഞ്ഞതോ? എന്താണ് നമുക്ക് ഈ നന്ദിബോധം വരാഞ്ഞതോ? എനിക്ക് കണ്ണടിസ്ഥാനപരമായി നൽകിയ എന്റെ റബ്ബിന് വേണ്ടിയിട്ട് സുബഹിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്ക് എന്താണ് ഈ കടപ്പാട് വരാഞ്ഞത്? പടച്ച റബ്ബ് നമുക്ക് ബുദ്ധി നൽകട്ടെ, മോമിനെ ബുദ്ധി നൽകട്ടെ, ചിന്ത നൽകട്ടെ. പറഞ്ഞത് കൃത്യമല്ലേ? നമുക്ക് മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടപ്പാടിന്റെ ചിന്ത പോലും സൃഷ്ടാവിനോട് ഇല്ലല്ലോ. അല്ലാഹു തആല ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാതെ നീട്ടി പറഞ്ഞ് ഞാൻ മടുപ്പിക്കുന്നില്ല മോമിനിങ്ങളെ. ഒരു ഉദാഹരണം പറയാം. പടച്ചറപ്പ് അവന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു വാക്ക്, ഒരു ആയത്തോ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കാം. അല്ലാഹു പറയാണ്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികൾ അല്ലാഹുവിനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരാണ്. വെറും സ്നേഹമുള്ളവരാണ് എന്നല്ല പറഞ്ഞു. എന്താ പറഞ്ഞത്? അശദ്ദു. അശദ്ദു എന്ന് പറഞ്ഞാൽ അറബി, ആ വാക്കിന്റെ അർത്ഥം ഏറ്റവും കഠിനമായ, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതോ നമ്മുടെ റബ്ബിനെ ആയിരിക്കാം. എന്നാലേ നമ്മൾ മുഅ്മിനാണ് എന്ന് പറഞ്ഞു നടക്കുന്നതിന് അർത്ഥമുള്ളൂ. സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ വചനമാണ്
നമ്മളെ ഇടക്കൊന്ന് തോന്നി നോക്കണം. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ബില്ലാഹ്. എന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണം, നമുക്ക് പടച്ച റബ്ബിനോട് സ്നേഹമുണ്ടോ ഇല്ലേ. നിങ്ങൾ ഇടങ്ങാറാക്കാൻ വേണ്ടി പറയല്ല, ഉദാഹരണം പറയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പള്ളിയുടെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതില് നമുക്ക് പള്ളിയിൽ വേനൽക്കാലാവുമ്പോഴേക്ക് AC വെക്കണം, കാർപ്പറ്റ് വിരിക്കണം, പെയിന്റ് അടിക്കണം, അങ്ങനെ തുടങ്ങിയിട്ട് ചില വർക്കുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിന് പൈസ വേണം. ഇത് ആരുടെ വീടാണ്? അല്ലാഹുവിന്റെ വീടാണ്, അല്ലേ? അല്ലാഹുവിന്റെ വീടാണ്. ഇത് പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ കാർപ്പറ്റിന് ഉള്ള ഏറ്റെടുത്തു, കാർപ്പറ്റ് ഏറ്റെടുത്തു. 2 ലക്ഷം രൂപ വരുന്ന ഞാൻ മനസ്സിലാക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഞാനൊരു കാര്യം ചോദിക്കാം, പടച്ച റബ്ബിന്റെ പള്ളിക്ക് വേണ്ടിയിട്ട് നമ്മള് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം കൊടുക്കും? ഇത് എനിക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള കമ്മിറ്റിക്കാർക്കോ അല്ലെങ്കിൽ ഡോക്ടർക്കോ അല്ലെങ്കിൽ ഉസ്താദുമാർക്കോ ഒന്നുമല്ല, ഒരു മനുഷ്യനുള്ള വിരുവല്ല. ഇതാരുടെ വീടാണ്? അള്ളാഹുവിന്റെ വീടാണിത്. ഈ അള്ളാഹുവിന്റെ വീടിന് വേണ്ടി, ഈ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യം ചോദിക്കുമ്പോ നമ്മുടെ മനസ്സിന് സന്തോഷമാണോ വരുന്നത്, അതോ ഇടങ്ങേറാണോ വരുന്നത്? നമ്മൾ സ്വന്തം ഒന്ന് വിലയിരുത്താൻ വേണ്ടി പറയാം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അവൻ ഇറക്കിയിട്ടുണ്ട്. ആ ആയത്ത് ഓതിയ അതിന്റെ അർത്ഥം നമ്മൾ ഓതിയാൽ നമ്മളെ പണി ചെയ്യും. അങ്ങനത്തെ ഒരായത്ത് അത് ഞാൻ ഓതാം. അതിന്റെ മുമ്പ് നമ്മുടെ സ്വന്തം മകൾക്കോ മകനോ അല്ലെങ്കിൽ നാമുമായി ഏറ്റവും അടുത്ത ഒരു വ്യക്തിയുടെ വീട് നിർമ്മിക്കുകയാണെങ്കിൽ നാം എത്ര രൂപ കൊടുക്കും? അതിലേക്ക് ലക്ഷങ്ങൾ കൊടുക്കാൻ തയ്യാറാവില്ലേ? അല്ലേ സഹോദരിമാരെ, ഉമ്മമാരെ? എന്റെ മോള് വീട് നിർമ്മിക്കുമ്പോ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെടാണ്. എന്റെ മോൾക്ക് വേണ്ടിയിട്ട് എന്റെ ഈ ഒരു പവൻ സ്വർണം ഞാൻ അവൾക്ക് കൊടുക്കാം. അതിന് ഉമ്മാക്കൊരു മടി ഉണ്ടാവില്ല. സ്വന്തം മോളാക്കാം, അല്ലെങ്കിൽ അതുപോലെ ആരോടാം. ഞാൻ ചോദിക്കട്ടെ, പടച്ച റബ്ബിന്റെ ഭവനം പടച്ച റബ്ബാണോ നമുക്ക് വലുത്, അതോ മകളാണോ? നിങ്ങളെ ഇങ്ങനെ പിരിവ് ഇങ്ങനെ എന്താ പറയാ തട്ടിപ്പറച്ചെടുക്കുന്ന ഒരു ശൈലിയിലേക്ക് വരല്ല കേട്ടോ. ഞാൻ നമ്മളെ വിഷയമായി ബന്ധപ്പെട്ടപ്പോ ഈ സാഹചര്യം ഒത്തു വന്നപ്പോ ഒരു വിഷയം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം എന്നോടടക്കം. നമ്മുടെ സ്വന്തം മക്കൾക്കോ അതുപോലെ നമ്മുടെ അടുത്ത ആളുകൾക്ക് നാം ചെലവഴിക്കാനും ഒരു മടിയില്ല നമുക്ക്. എന്നാ പടച്ച റബ്ബിന്റെ ഭവനത്തിന് വേണ്ടിയിട്ട് നമ്മള് ഒരു പിരിവ് കൊടുക്കാൻ നമ്മൾ പോക്കറ്റിൽ കൈയിട്ടാൽ എത്ര രൂപ വരും? അല്ലാഹു തആല ചോദിക്കുകയാണ്, മുഅ്മിനീങ്ങളെ ഒരു കാര്യം, ഒരു ആയത്ത് ഓതുകയാണ്. അല്ലയോ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ ഈ ഒരായത്ത് കേൾപ്പിക്കുക. പടച്ചവർക്ക് ചോദിക്കുക, അല്ലാഹുവിന് കടം കൊടുക്കാൻ തയ്യാറുള്ളവർ ആരാണ്? അല്ലാഹുവിന്റെ ചോദ്യം. അല്ലാഹു കടം കൊടുക്കുക, അല്ലാഹു തന്നെ കടം കൊടുക്കുന്നു. അള്ളാഹുവിന് കടം കൊടുക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ ആരാണ് ഇടാ ഉള്ളത്? എന്നിട്ടല്ല പറയാ, എന്നാലോ പടച്ച റബ്ബിന് തന്നു കഴിഞ്ഞാൽ അത് വെറുതെയാകില്ലടാ. പടച്ച റബ്ബിന്റെ മാർഗത്തിൽ പടച്ച റബ്ബിന്റെ പള്ളിക്ക് വേണ്ടിയിട്ട് നീ 1000 കൊടുത്താ അത് 10,000 നിനക്ക് തിരിച്ചു തരുമെന്ന് വാഗ്ദാനം ചെയ്തത് അല്ലാഹുവാണ്. വലഹു അജ്റുൻ കരീം. സൂറത്തുൽ ഹദീദിലെ 11-12 വചനങ്ങൾ നാമങ്ങൾ തോന്നി നോക്കാൻ ആയത്തില്ലേ നിങ്ങളൊന്ന് നോക്കുക. പടച്ച റബ്ബ് പറയാ, അല്ലാഹുവിന് വേണ്ടിയിട്ട് കടം കൊടുക്കാൻ തയ്യാറുള്ളവരാരാണ്? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തആല അതിന് 10 ഇരട്ടിയായി അല്ലെങ്കിൽ ഇരട്ടിയായി തരുന്നതാ. അതിന്റെ പുറമെ ഭാരതീയ ലോകത്ത് പടച്ച റബ്ബ് വലിയ പ്രതിഫലം നൽകും. അല്ലാഹു തുറന്നതാണ് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും
സ്ത്രീകളായ വിശ്വാസിനികളും പുരുഷന്മാരായ വിശ്വാസികളും ഖിയാമത്ത് നാളിൽ പരലോകത്ത് ഇങ്ങനെ പറന്നു നടക്കും. അവരുടെ ഇടവും വലവും മുൻപുമൊക്കെ പ്രകാശത്താൽ പ്രശോഭിതമായി ഇങ്ങനെ മിന്നിത്തിളങ്ങി നടക്കുമ്പോ പ്രകാശമില്ലാതെ ഇരുട്ടിലായിക്കൊണ്ടോ പന്നികളുടെ രൂപത്തിലായിട്ടുള്ള ആളുകൾ അവിടെയുണ്ടോ? അറക്കപ്പെടുന്നതായ വെറുക്കപ്പെടുന്നതായ കോലങ്ങളിലും രൂപങ്ങളിലുവാ മനുഷ്യന്മാര് പരലോകത്ത് വരാൻ പുനാരനവിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? പടച്ചറപ്പ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പല പല വിഭാഗങ്ങളായിട്ടാ വരിക. മുഖം കുത്തിക്കൊണ്ടുവരുന്നവരുണ്ടോ? കാതിൽ നിന്നും മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും വായയിൽ നിന്നും മറ്റു ദ്വാരങ്ങളിൽ നിന്നും ചലവും രക്തവും ഇങ്ങനെ ഒളിപ്പിച്ചുകൊണ്ട് ആരും കണ്ടാലിറക്കുന്ന വെറുക്കുന്നതായ രൂപത്തിൽ പരലോകത്ത് നിങ്ങൾ വരുമ്പോ മനുഷ്യ കൂട്ടത്തിൽ നിന്നോ അതാ വാനലോകത്തൂടെ പ്രകാശം കൊണ്ട് ചുറ്റിത്തിരിയുന്നതായ വിശ്വാസികളും വിശ്വാസിനികളും ഉണ്ട്. അവരാരാ? പടച്ചറപ്പിന് വേണ്ടി ധൈര്യമായി ചെലവഴിച്ചവരാണ്. അതാണ് അല്ലാഹുവിനോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. എല്ലാം നമ്മൾക്ക് നൽകിയ റബ്ബ് ആരാണ്? എനിക്ക് പണം നൽകിയതോ? ആരാണ് എനിക്ക് ഇത്രയും വലിയ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും നൽകിയ റബ്ബ്? ആ റബ്ബ് നമ്മോട് ചോദിക്കാനോ? റബ്ബിന് വേണ്ടിയിട്ടോ റബ്ബിന്റെ പള്ളിക്ക് വേണ്ടിയിട്ടോ ചെലവഴിക്കാൻ നീ തയ്യാറായാൽ ഇരട്ടി ഇരട്ടികളായി നിനക്ക് നൽകുമടാ. ഈ പടച്ച റബ്ബിന്റെ വചനം വിശ്വാസമുള്ള എന്റെ മോമിനീങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഞാൻ പറയാ പുന്നാരനവിധങ്ങൾ പറഞ്ഞില്ലേ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചില്ലേ? അല്ലാഹുവിന് വേണ്ടിയിട്ട് ഒരാൾ പള്ളി നിർമ്മാണത്തിൽ പങ്കാളിയായാൽ, പള്ളി നിർമ്മിച്ചാല് ആ നിമിഷം തന്നെ അവനതാ സ്വർഗത്തിൽ വീട് വെച്ച് പോയി. അല്ലാഹു തൗഫീഖ് ഏറ്റി തരുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് ഏറ്റി തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞു. എന്തായി പറഞ്ഞത്? വിശുദ്ധ ഖുർആനാണ് ഞാൻ ഓതിയത്. അത് ഞാൻ പറഞ്ഞു സൂറത്തുൽ ഹദീദ് 12-13. ഇത് ഞാൻ വെറുതെ എന്റെ പോക്കറ്റിനിട്ട് പറയല്ല. മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിലെ പള്ളികൾ, നമ്മുടെ ജില്ലയിലും നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ച ആളുകളല്ലേ. നമ്മുടെയൊക്കെ പള്ളികൾ അതിമനോഹരമാണ്. എല്ലാ സൗകര്യങ്ങളും എല്ലാം റാഹത്താണ്. നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ് ഇത് ഈ ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ കഷ്ടപ്പെട്ട പൂർവികരുണ്ട്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരൊന്നും ഒരു നിമിഷം പോലും മറക്കാൻ നമുക്ക് സാധിക്കൂല. അവരുടെയൊക്കെ വിയർപ്പിന്റെയും രക്തത്തിന്റെയും ആ കല്ലുകളും മണലുകളും സിമന്റുകളും ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അവരെ നമുക്ക് മറക്കാൻ പറ്റൂല. പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമ്മുടെ പള്ളി ഒന്നുകൂടെ നല്ല സംവിധാനം, പ്രത്യേകിച്ച് റോഡ് സൈഡാണ്, അങ്ങാടിയാണോ, ഇതിലൊക്കെ പലപ്പോഴും വലിയ വലിയ ആളുകളൊക്കെ അവിടെ കയറി നിസ്കരിക്കാൻ വരാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടൊക്കെ ഞാൻ ജോലിക്ക് വരുന്നതിന് മുമ്പ്, കുറെ മുമ്പ്, ഒരു കൊല്ലം മുമ്പൊക്കെ ഇതിലെ പോകുമ്പോ ഞാൻ ഇവിടെ നിസ്കരിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ഇങ്ങനത്തെ പള്ളി ഇപ്പോൾ ഉണ്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴം നിലനിർത്തിക്കൊണ്ടുള്ള ആ പഴയ പള്ളി. ഇങ്ങനത്തെ പള്ളികളൊന്നും ഇല്ല അല്ലേ? സിഎം സെന്റർ ഒക്കെ ഏതാ സെറ്റാക്കിയാണ് മാഷാവും. അല്ലാഹു തആല നമ്മുടെ സദസ്സിൽ വരുന്നവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ നീട്ടി പരത്തി പറയല്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കണം നമ്മുടെ നാട്ടിലെ പള്ളി മുഅ്മിനീങ്ങൾക്ക് നല്ല മനസ്സമാധാനത്തോടുകൂടെ, നല്ല ഭയഭക്തിയോടുകൂടെ, ഖുശൂഅോടുകൂടെ നിസ്കരിക്കാൻ പറ്റുന്നതായ രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കണം. പള്ളിനെ ഞാൻ ചെറുതാക്കി പറഞ്ഞല്ല. ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ട്. ഇൻഷാ അല്ലാഹ് പള്ളി നമുക്ക് വിശാലമാക്കേണ്ടതുണ്ട്. നമ്മളെ ജുമാക്കെല്ലാം ഞാൻ ഇവിടെ കുത്തുപോകുമ്പോ ഇവിടെ ഫുള്ള് നിറഞ്ഞിട്ട് ആ ബേക്കിലെ വരാന്തയിൽ സാധുക്കളായ കുറെ മനുഷ്യന്മാർ തിക്കും തിരക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട്. മേലെ സ്ഥലം ഉണ്ടായിട്ടോ ഇല്ലാണ്ടോ എനിക്ക് അറിയൂല. പക്ഷെ ഞാൻ കണ്ട അനുഭവം പറയണത് എല്ലാ വെള്ളിയാഴ്ച ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പള്ളി ഒന്നുകൂടെ വിശാലമാക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ ഭവനം നമുക്ക് വിശാലമാക്കണം. എന്റെ ഉമ്മമാരോട്, സഹോദരിമാരോട് ഞാൻ പ്രത്യേകിച്ച് പറയാം, നമ്മള് എല്ലാവരും
ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളി നമുക്ക് നല്ല ഉഷാറാക്കാൻ പറ്റും. എന്റെ സഹോദരിമാരോട് ഞാൻ ചോദിക്കാം, പടച്ച റബ്ബിന് വേണ്ടിയിട്ടോ അല്ലാഹുവിനോടുള്ള സ്നേഹം നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രമുണ്ട് എന്ന് മരിച്ചുപോയാൽ റബ്ബിന്റെ അടുക്കൽ അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ മഹല്ലിലെ പള്ളി അതിനു വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ സമ്പാദിച്ച അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളതിൽ നിന്നോ ഇത്രയും ഒരു ഓഹരി ഞാൻ എന്റെ നാട്ടിലെ പള്ളിക്ക് വേണ്ടിയിട്ട് പടച്ചറബേ നിനക്ക് വേണ്ടിയിട്ട് തരാമെന്നോ പൂർണ്ണ ഈമാനോടുകൂടെ ഇഖ്ലാസോടുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തുള്ള പൊന്നുകളും സ്വർണവും ഒക്കെ ആളുകൾ വെട്ടിയെടുക്കും. കത്തിയെടുത്ത് വെട്ടിയെടുത്തിട്ടോ അവിടെയുള്ള ആളുകൾ അത് വീതിച്ചെടുക്കും. നിന്റെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കൂല. 10, 20, 30, 50 ഒക്കെ പവനുള്ള പെണ്ണുങ്ങളും സ്ത്രീകളും നമ്മുടെ നാട്ടിലുണ്ടാകുമല്ലോ. നിങ്ങളുടെ ഈമാൻ സാക്ഷിയാക്കിക്കൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. പടച്ച റബ്ബിന്റെ കലാവിനെ സാക്ഷിയാക്കിക്കൊണ്ടോ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചോദിക്കാം, മുഅ്മിനീങ്ങളെ ഉമ്മമാരെ, നിങ്ങൾക്ക് പടച്ച റബ്ബ് നൽകിയിട്ടുള്ളതായ പൊന്നോ, ഇന്നത്തെ പൊന്നിന്റെ വില എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഞാൻ മരിക്കുന്നത് വരെ ഈ അലങ്കാരങ്ങളുള്ളോ, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് എന്റെ പൊന്നതാ എന്തിലോ പറയാനോ മുഴുവൻ ഞാൻ ധരിക്കാറില്ല. എനിക്കെന്തിനാണ് ആ പൊന്നോ? എന്റെ പ്രായം കൂടി വരികയാണോ? ഏതു നിമിഷവും മരിക്കാനുള്ളവരാണ് ഞാൻ. മരിച്ചു ചെല്ലുമ്പോ എന്റെ ഖബറിലേക്കുള്ള വലിയൊരു സമ്പാദ്യമായി എന്റെ നാട്ടിലെ പള്ളിക്ക് ഞാൻ നൽകട്ടെ എന്ന മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഇഖ്ലാസോടുകൂടെ ഈമാനോടുകൂടെ നീ നൽകിയാൽ വല്ലാഹി നിനക്ക് ഇഹലോകം നഷ്ടമാകൂല. ഇത് കൊടുത്തതിന്റെ പേരിൽ നിനക്കൊരു കുറവും വരൂല. നിന്റെ പരലോകവും നഷ്ടപ്പെടൂല. നീ മരിച്ചു ചെല്ലുമ്പോ അവരിൽ നിനക്കുണ്ടാകുന്ന അമലുകളുടെ വലുപ്പമൊന്നും ആലോചിച്ചു നോക്കോ. സുബ്ഹാനല്ലാഹ്, ഈ പള്ളിയിൽ എപ്പോഴും നിസ്കാരം നടക്കുമല്ലോ, ഇതുപോലത്തെ ഹൽക്കകൾ നടക്കുമല്ലോ. അതിന്റെയൊക്കെ പ്രതിഫലം നിന്റെ അക്കൗണ്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കും. അതിന് തർക്കമില്ലല്ലോ. നമ്മൾ ഇരിക്കുന്ന ഈ കാർപ്പറ്റിന്റെയോ അതുപോലെ ഈ പള്ളിയുടെ ഈ സൗകര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടോ ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷത്തിന്റെയും പ്രതിഫലം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട മഹാന്മാർക്ക് ലഭിക്കുമെന്നതിൽ നമുക്ക് തർക്കമില്ല. നാളെ ഞാനും മരിക്കുമല്ലോ. എന്റെ ഖബറിലേക്കതാ എന്റെ നാട്ടിലെ പള്ളിയിൽ മുതൽ കൂട്ടാകുമല്ലോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ഈമാനോടുകൂടെ മുന്നോട്ട് വരാൻ ഉമ്മമാര് തയ്യാറാകണം, സഹോദരിമാര് തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ മുന്നിലിരിക്കുന്ന ഉപ്പമാര് സഹോദരന്മാരോടോ ഞാൻ നിർബന്ധിക്കുന്നില്ല, പിരിവെടുക്കാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. പടച്ച റബ്ബിന്റെ പള്ളിക്ക് വേണ്ടിയിട്ടോ റബ്ബിന്റെ പള്ളികൾ നിസ്കരിക്കുന്ന ആളുകൾക്കുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് നിങ്ങൾ നൽകണം. ഒരു വർഷത്തിൽ എനിക്ക് ഇത്രയോ സമ്പാദ്യം ലഭിക്കുന്നുണ്ടോ? അതിൽ നിന്നൊരു സമ്പാദ്യം എന്റെ പരലോകത്തേക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കട്ടെ.
ഇവിടെ ഞാനതാ കിട്ടുന്നത് കൊണ്ട് ഭക്ഷണം വാങ്ങുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്, മക്കൾക്ക് വസ്ത്രം കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ദുനിയാവിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്റെ പരലോകത്ത് എനിക്ക് വസ്ത്രം കൊടുക്കണം, എന്റെ പരലോകത്ത് എനിക്ക് സ്വർഗീയ ഭക്ഷണം കഴിക്കണം, എന്റെ പരലോകം എനിക്ക് രക്ഷപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടോ എനിക്ക് എന്നാൽ കഴിയുന്ന രൂപത്തിൽ എനിക്ക് സമ്പാദിക്കാൻ പറ്റുന്നതിൽ വെച്ചുള്ള ഒരു സംഖ്യ ഞാൻ എന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാണോ, ഞാൻ എന്റെ പള്ളിക്ക് വേണ്ടി നൽകുമെന്നോ? നിങ്ങളൊരിക്കലും ഇതിനാൽ ദരിദ്രരായി പോകൂല. പടച്ചുറപ്പിന്റെ പള്ളിക്ക് കൊടുത്തു എന്നതിന്റെ പേരിൽ ഒരു മനുഷ്യരും ഇക്കാലം അത്രയായിട്ടും ദരിദ്രരായി പോയിട്ടില്ല. ഒരാൾക്ക് സഹായിച്ചു, ധർമ്മം ചെയ്തു എന്നതുകൊണ്ട് ഒരു മനുഷ്യനും ഇന്നുവരെ അവൻ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടിട്ടില്ല. കൊടുക്കുന്തോറും നൽകുന്നവനാണ് റബ്ബ്. ഞാൻ നേരത്തെ പറഞ്ഞത് പടച്ചുറപ്പിന്റെ കലാമാണ്. റബ്ബിന് വേണ്ടിയിട്ട് ആരെങ്കിലും ചെലവഴിച്ചാൽ അവനതാ അല്ലാഹു തആല ഇരട്ടി കൊടുക്കുമെന്നത് പരിശുദ്ധ ഖുർആനാണ്. എന്നാൽ ഇവിടെയും പിശാച് നമ്മെ തടയാൻ മുൻപന്തിയിലുണ്ടാകുമെന്ന് പടച്ചുറപ്പ് പറയാണോ? ഓ വിശ്വാസികളെ, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് നല്ലൊരു പങ്കോ പടച്ചുറപ്പിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണേ എന്നോ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 127-ാമത്തെ 267-ാമത്തെ വചനം പറഞ്ഞ ഉടനെ അല്ല പറയാണോ? പക്ഷേ ഇങ്ങനെയൊക്കെ മഹത്വമുണ്ടെന്നറിഞ്ഞിട്ടോ അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖറ, പടച്ചവന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റ് കൈയിടുമ്പോ പടച്ചോന്റെ നന്മയിൽ നിന്ന് മുടക്കുന്ന ശൈത്താൻ അതിന് നിങ്ങളെ സമ്മതിക്കൂല. ശൈത്താൻ നിങ്ങളുടെ മുന്നിൽ ദാരിദ്ര്യം ഭയപ്പെടുന്നു. ഞാനിപ്പോ പറഞ്ഞപ്പോ തന്നെ എന്റെ മോമിനീങ്ങളുടെയും എന്റെ മോമിനാത്തുകളുടെയും ഉള്ളിൽ വന്ന ചിന്തയാണ് പടച്ചോൻ പറഞ്ഞതോ. നിങ്ങളുടെ മനസ്സിൽ കൊടുത്താലോ അപ്പൊ തന്നെ ശൈത്താൻ കയറിയിട്ട് നമ്മെ തോന്നിപ്പിക്കാൻ അത് കൊടുത്താ നിന്റെ മറ്റേ പരിപാടി നടക്കൂല. മകളുടെ വീട് നിർമ്മാണം നടക്കുന്നുണ്ട്, നടക്കൂല. അല്ലെങ്കിൽ ഇന്ന കാര്യം വരുന്നുണ്ട്, അതിന് ഞാൻ പട്ടിണിയായി പോകും, അല്ലെങ്കിൽ ഞാൻ കുറവായി പോകുമെന്ന് പറഞ്ഞു നിങ്ങളെ ഭയപ്പെടുത്തും ശൈത്താനെന്ന് പടച്ചുറപ്പ് പറയാൻ. പടച്ചുറപ്പ് അവന്റെ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ചെലവഴിക്കണം, റബ്ബിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം. ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണമെന്ന് പറഞ്ഞ ആയത്തിന്റെ ഉടനെ പടച്ചോ പറയാൻ പിശാച് നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കുക. നിനക്ക് ചെലവഴിക്കാൻ നിന്റെ ശൈത്താൻ നിന്നെ അനുവദിക്കില്ലടാ. നിങ്ങൾക്കില്ലായ്മയിൽ നിന്ന് കടം വാങ്ങിയിട്ട് നൽകണമെന്നല്ല ഞാൻ പറഞ്ഞതോ. നമ്മളൊന്ന് മനസ്സിലൊന്ന് കൂട്ടി നോക്കുക. എന്റെ ഒരു ദിവസത്തെ വേതനം, എന്റെ ഒരു മാസത്തെ വേതനം ഇത്രയാണോ? അതിൽ നിന്നൊരു പങ്കോ പടച്ചോപ്പിന്റെ പള്ളിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ കൊടുത്താൽ എന്റെ നാട്ടിലെ പള്ളിയാണ്, എന്റെ റബ്ബിന്റെ ഭവനമാണോ? എന്റെ സ്വന്തം വീട് നിർമ്മിക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചവരാണ് ഞാനോ. എന്നാൽ എന്റെ റബ്ബാണല്ലോ എനിക്ക് എന്നേക്കാൾ വലുതോ, എന്റെ റബ്ബിന്റെ ഭവനമാണല്ലോ എനിക്ക് എന്റെ ഭവനത്തെക്കാൾ വലുതോ എന്ന ഈമാനിന്റെ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിലും എന്റെ സഹോദരിമാര്, സഹോദരന്മാര്, സുഹൃത്തുക്കളോ, നല്ല ഒരു സംഖ്യ ഇവിടെ പറഞ്ഞു, അല്ലെങ്കിൽ ഇതിന്റെ ഭാരവാഹികളെ ഏൽപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് എത്തിത്തരുമാറാകട്ടെ. നമ്മുടെ ഡോക്ടർ ഒരു കാർപ്പറ്റ്, ഇവിടെ ഇരിക്കാനുള്ള കാർപ്പറ്റ് ഏകദേശം 2 ലക്ഷം രൂപ